ഒരിക്കൽ അബുൽ മവാഹിബു ഷാദിലി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നിട്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബിയെ, അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, കേവലം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു കൊടുക്കുമെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈ ഗുണം കേവലം അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കാണോ ലഭിക്കുക, അല്ലെങ്കിൽ മനസാന്നിധ്യത്തോടെ മനസ്സറിഞ്ഞ് ചൊല്ലുന്നവർക്കാണോ ലഭിക്കുക എന്ന് ചോദിക്കുമ്പോൾ നബിതങ്ങൾ പറയുന്നു, അല്ല, മറിച്ച് കേവലം എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയാൽ ഇവർക്കൊക്കെ ആ പ്രതിഫലം ലഭിക്കുമെന്നാണ്, 10 ഗുണങ്ങൾ ലഭിക്കുമെന്നാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിക്കണം. മനസാന്നിധ്യത്തോടെ ഈ സ്വലാത്ത് അറിഞ്ഞ് ഹബീബായ തങ്ങളെ ഒന്ന് ഓർത്തുകൊണ്ട് നാം ചൊല്ലിയാൽ എന്തായിരിക്കും ആ സ്വലാത്തിന്റെ പ്രതിഫലം? ഈ റബീഉൽ അവ്വലിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് നബിതങ്ങൾക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട നമ്മൾ ആ സ്വലാത്ത് മനസാന്നിധ്യത്തോടെ ചൊല്ലുമ്പോൾ, നിശ്ചിത എണ്ണം ദിവസേന കണക്കാക്കി ചൊല്ലുമ്പോൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അത് മലായികത്ത് കൊണ്ടെത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കി റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ ധാരാളം സ്വലാത്തുകൾ നാം ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.